ഈശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ എല്ലാവരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ. നമുക്കിന്ന് ഏശയ്യായുടെ പുസ്തകത്തിൽ നിന്ന് 49 അധ്യായത്തിൽ 6 തിരുവചനം വായിക്കാം. അവിടുന്ന് അരുളി ചെയ്യുന്നു, യാക്കോബിൻ്റെ ഗോത്രങ്ങളെ ഉയർത്താനും ഇസ്രായേലിൽ അവശേഷിക്കുന്നവരെ ഉദ്ധരിക്കാനും നീ എൻ്റെ ദാസനായിരിക്കുക. വളരെ ചെറിയ കാര്യമാണ്. എൻ്റെ രക്ഷ ലോകാതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിൻ്റെ പ്രകാശമാക്കി മാറ്റും. കുറച്ച് നാളുകൾക്ക് മുമ്പ് കേരളത്തിലൊരു ഹോസ്പിറ്റലിൽ ഒരു രോഗി വന്നു. അദ്ദേഹം മരുന്നോ കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. നേഴ്സുമാർ മാറി മാറി പരിശ്രമിച്ചിട്ടും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു സന്യാസിനിയുടെ കരസ്പർശനം ആ മനുഷ്യൻ്റെ മനസ്സ് അലിയിക്കുന്നു, കണ്ണ് നനയുന്നു, സാവധാനം മരുന്നും ഭക്ഷണവും കഴിക്കാൻ തയ്യാറാവുന്നു. ചില മനുഷ്യരുടെ ഇടപെടലുകൾ അങ്ങനെയാണ് ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നു. അനേകർക്ക് ആശ്വാസം, ശക്തി, സ്വാതന്ത്ര്യം, വെളിച്ചമൊക്കെ കിട്ടുന്നു. കൊടുംവേലിൽ ഒരു തണലായും വേനലിൽ ഒരു മഴയായും അന്ധകാരത്തിൽ ഇത്തിരി വെളിച്ചമായും ചില ജന്മങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ക്രിസ്തു ജീവിതത്തിലെ ഒരു സാധ്യതയായി മാറുമ്പോൾ അവരെ വേറെ എന്ത് പേരിട്ട് വിളിക്കും? ക്രിസ്തു എന്നല്ലാതെ. ക്രിസ്തുവിനെ പോലെ ചിലർ വാഴുന്ന ഇടമാണ് ഭൂമി. അവരുടെ ഒരു വാക്ക്, നോട്ടം, സ്പർശം, സാന്നിധ്യം പകരുന്ന ചെറിയ വെട്ടം, ഇവ കൊണ്ട് വ്യക്തികളുടെയും ലോകത്തെയും മാറ്റുന്നവർ. ജീവന്റെ പ്രകാശം ഇവരിലുണ്ട്. കർത്താവായിരിക്കും നിന്റെ നിത്യപ്രകാശം. ഏശയ്യായുടെ പുസ്തകത്തില് 60 അധ്യായത്തിലും 19 പറയാണ്. സങ്കടങ്ങളുടെയും ആത്മസംഘർഷങ്ങളുടെയും ഗതസ്മനികളിൽ, കുരിശിന്റെ ഭാരം തളർന്ന പീഡാനുഭവ രാത്രികളിൽ ആശ്വാസത്തിന്റെ കുളിർക്കാറ്റായി മാറുന്ന കാവൽ മാലാഖമാരായി നമുക്ക് മാറാൻ സാധിക്കും. നമ്മുടെ ചലനങ്ങളിൽ ദൈവസ്നേഹം നിറച്ച് സ്വാർത്ഥതയെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് കുടിയൊഴിപ്പിക്കാം. അങ്ങനെ പ്രകാശപൂരിതമാകട്ടെ ഓരോ ജന്മവും. കർമ്മങ്ങളിൽ സ്നേഹഭാവത്തിൻ്റെ നിറക്കൂട്ടുകൾ ചാർത്തി കാത്തിരിക്കാം. വഴി കാണിക്കുന്ന വെളിച്ചത്തിൻ്റെ വീടാകട്ടെ നാം. തണലും തണുപ്പും നൽകുന്ന ഒരു ചെറുവൃക്ഷമോ മഴയോ ആകാം ഈ ജീവിതയാത്രയിൽ. യേശു തന്നെ വിശേഷിപ്പിക്കുന്നത് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്നാണ്. അതുപോലെ തന്നെ പറയുന്നുമുണ്ട്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 5 അധ്യായത്തിൽ 14 പറയാണ്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. ലോകത്തെ മുഴുവനും പ്രകാശിപ്പിക്കുന്ന ഒരാളായി തീരണം എന്നല്ല അവിടുന്ന് ആഗ്രഹിച്ചത്. കർദിനാൾ ന്യൂമാന്റെ പ്രാർത്ഥനയിലുള്ള ഒരു ജീവിതം, അടുത്ത കാൽ ചൂടുവെക്കാൻ ഇത്തിരി വെട്ടം, അതുപോലെ അകത്ത കാര്യങ്ങൾ ഗ്രഹിക്കാനും കാണാനും ഒരു ആഗ്രഹം. അത്രമാത്രം അകത്തും പുറത്തും അന്ധകാരമായതിനാൽ ജീവിതം എങ്ങനെയാകുമെന്ന് ഊഹിക്കാൻ കഴിയുന്നില്ല. വഴിനീളെ പൂത്തണിഞ്ഞ വൃക്ഷങ്ങൾ, വഴി ഉടനീളം വിളക്കുകൾ കൊളുത്താൻ സാധ്യമല്ല. എന്നാൽ സാധ്യമായ ഒന്നുണ്ട്. ഈ ജീവിതത്തിൻ്റെ ഇരുളടഞ്ഞ പിരിവഴികളിലും ഇടവഴികളിലും നെടുനീളം വഴിവിളക്കുകൾ കൊളുത്തുകൊള്ളാമെന്ന ഊറ്റം നമുക്കില്ല. അവനവന് വെട്ടം കാണാൻ ഓരോ കൈത്തിരി കൊളുത്തുകയും അത് കെട്ടുപോകാതെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നതാൽ ഈ ദീപാരാധനയ്ക്ക് പങ്കാളിയെയും ചങ്ങാതികളെയും നേടുക മാത്രമാണ് നാം ചെയ്യുന്നത്. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായൊരു പ്രകാശം കണ്ടു. അന്ധകാരത്തിൽ കഴിയുന്നവന് ഒരു തിരുനാളം വലിയ പ്രകാശമാണ്. അത് നീയായിരിക്കട്ടെ. അത് കെടാതെ നോക്കുമ്പോൾ പ്രതിസന്ധികളെ തരണം ചെയ്യാനും
അത് തണുപ്പിൽ ഒരു ചെറു ചൂടാണ്, ഒരു ആശ്വാസമാണ്. സാന്നിധ്യം കൊണ്ടും സ്പർശം കൊണ്ടും വാക്കുകൊണ്ടും ചുടുപകരുന്ന ഒരു ചെറുതിരിയായി മാറട്ടെ നമ്മൾ ഓരോരുത്തരും. ഓരോ മനുഷ്യരും, എല്ലാവരുടെ കയ്യിലും ഒരു തിരി ഉണ്ടാകുമ്പോൾ ലോകം മുഴുവനും പ്രകാശിക്കും. എത്ര മനോഹരമാണ് ആ കാഴ്ച! ഓരോ തൂവൽ പക്ഷിയുടെ സഞ്ചാരം ആകാശത്തെ മനോഹരമാക്കുന്നത് പോലെ ഈ ദീപാരാധനയിൽ ചിലരെയല്ല ഹൃദയ സമാനതകൾ ഉള്ളവരെ കൂട്ടിപ്പിടിക്കാൻ സാധിക്കും. വിശക്കുന്നവർക്ക് ഉദാരമായി ഭക്ഷണം കൊടുക്കുകയും പീഡിതർക്ക് സംതൃപ്തി നൽകുകയും ചെയ്താൽ നിന്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും. ഏശയുടെ പുസ്തകത്തിലെ 58 10 പറയാണ്, വിശക്കുന്നവർക്ക് ഉദാരമായി ഭക്ഷണം കൊടുക്കുകയും പീഡിതർക്ക് സംതൃപ്തി നൽകുകയും ചെയ്താൽ നിന്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും. അപ്രകാരം മനുഷ്യൻ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അന്നും ഇന്നും അന്ധകാരം ഒരുപോലെ, എന്നാൽ നന്മയുടെ വെട്ടങ്ങൾ അണഞ്ഞു പോകുന്നത് കൊണ്ട് അന്ധകാരത്തിൻ്റെ ഭരണം കൂടുന്നു. അതല്ലേ ശരി? അപ്പം ഈ അന്ധകാരത്തിൻ്റെ അവസ്ഥ കൂടുന്നത് വെളിച്ചമില്ലായ്മയാണ്. അപ്പോൾ ആ വെളിച്ചത്തിലേക്കുള്ള വിളിയാണ് നമുക്ക് ലഭിച്ചതെങ്കിൽ നമുക്ക് ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ വെളിച്ചമായിട്ട് മാറാൻ സാധിക്കും. അത് ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അതിന് പ്രത്യേക ഒരു വെളിച്ചത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ തന്നെ വെളിച്ചമായി മാറുകയാണെങ്കിൽ ലോകം മുഴുവൻ തന്നെ പ്രകാശമായി മാറാൻ സാധിക്കും. തമസിൽ താഴ്വര, തന്നിൽ നിന്ന് വഴിവിളക്കായി നീ പ്രഭു ചെരിയൂ എന്ന് പറയാൻ നമുക്ക് സാധിക്കും. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ ഈ അന്ധകാര കാലഘട്ടത്തിൽ തിരുവചനങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ എന്താണ് വെളിച്ചമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ വെളിച്ചം എനിക്കും നിനക്കും പകർന്നു കിട്ടട്ടെ എന്ന് വെളിച്ചത്തിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുക, അല്ലാതെ മറ്റൊരു നിവൃത്തിയില്ല. നമുക്ക് വെളിച്ചമായി മാറാൻ സാധിക്കും. പക്ഷേ ദൈവം ആണ്, ഈശോയാണ് വെളിച്ചം. അവിടുന്ന് പകർന്നു കിട്ടിയാൽ മാത്രമേ നമ്മുടെ കയ്യിലുള്ളത് ഇരിക്കുകയുള്ളൂ, മറ്റുള്ളവർക്ക് പ്രകാശമായിട്ട് മാറാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാവുന്നു എന്നാണ് യേശു പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രകാശമാകാനും ആ പ്രകാശത്തിൽ നിന്ന് പ്രകാശം സ്വീകരിച്ചിട്ട് മറ്റുള്ളവർക്ക് പ്രകാശമായിട്ട് മാറാനും നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. നല്ലവനായ ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമായിട്ട് മാറാനായിട്ടുള്ള അനുഗ്രഹം അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഹല്ലേലൂയ.